ഡോക്ടർ രാജശേഖരൻ നായർ സാർ, അതുപോലെ തന്നെ ആദരണീയനായ ഡോക്ടർ വി ആർ പ്രബോധേന്ദ്രൻ നായർ സാർ, എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ, ശ്രീ ശൂരനാട് രാജശേഖരൻ, പിന്നിലുള്ള അമ്മമാർ, ക്ഷമിക്കണം, ഈ കുഞ്ഞിനെയും ഞാൻ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞുകൊള്ളട്ടെ. സദസ്സിലുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും മാതാപിതാക്കൾക്കും സ്നേഹിതർക്കുമെല്ലാം എൻ്റെ നമസ്കാരം. ഞാനിതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇത്ര പ്രശസ്തരായ വ്യക്തികൾക്ക് ഒപ്പം ഒരു വേദി പങ്കിടാൻ കിട്ടുന്ന സന്ദർഭം എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. തിരുവനന്തപുരത്ത് ഒട്ടേറെ വേദികളിൽ നിത്യവും ആടുന്ന ഒരു ആട്ടക്കാരൻ ആണ് ഞാൻ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ശൂരനാട്ട് കുഞ്ഞമ്പിള്ള സാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവതാരിക എഴുതാനുള്ള ഭാഗ്യവും എനിക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ള അതൊരു ദുഃഖകരമായ അനുഭവമാണ് പലപ്പോഴും. പക്ഷേ ഒരു പുസ്തകവുമായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന, എനിക്ക് ആ മനസ്സിലാവും സാറിൻ്റെ. ഒരു കുട്ടി, ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരിക്കുമ്പോൾ നോട്ട്ബുക്കിൽ എഴുതിയ കവിതയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. നോക്കിയപ്പോൾ നല്ല കവിത, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അവതാരം എഴുതി തരണം. ഞാൻ പറഞ്ഞു, മോൾ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? വീട്ടിൽ എത്രയോ വലിയ പേരുള്ള ഒരു കവയത്രി ഉണ്ട്, മോളുടെ അമ്മ. ആ അമ്മയുടെ കയ്യിൽ കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ആ കുട്ടി പറഞ്ഞത്, അമ്മയുടെ കയ്യിൽ കൊടുത്താൽ അമ്മ അത് വലിച്ചെറിയും എന്ന് ആണ്. എന്നുവെച്ചാൽ മോൾ ഇത്രയും പോരാ, ഇനിയും എഴുതേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന മഹത്തായ ഒരു ചിത്രം തന്നെയാണ് മനസ്സിലുള്ളത്. എങ്കിലും അന്ന് ഞാൻ ആ കവിതയ്ക്ക് അവതാരിക എഴുതിയില്ല എങ്കിൽ, ആ കുട്ടിയെ കൈപിടിച്ച് മുൻപോട്ട് നയിച്ചില്ല എങ്കിൽ, ആ മഹാപാരമ്പര്യത്തിൽ മനോഹരമായ ഒരു കണ്ണി വിളക്കി ചേർക്കുന്നതിന് കഴിയുമായിരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും മഹത്തായ പ്രവർത്തനമാണ് ഋഷിതുല്യനായ മഹാത്മാവ് ശൂരനാട്ട് കുഞ്ഞൻപിള്ള സാർ ചെയ്തിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ വരുമ്പോൾ ഇവിടെ യശസ്വികളുടെ ഒരു ലോകം ആണ്. എറണാകുളത്ത് ഞാൻ കൊച്ചിയുടെ അടുത്ത് ജനിച്ച ആളാണ്, സാറിനെ പോലെ. ഇവിടെ വരുമ്പോൾ ജ്യോതിർഗോളങ്ങൾ മിന്നിത്തെളിയുന്ന മഹത്തായ ആകാശമണ്ഡലത്തെ നോക്കി അത്ഭുതപ്പെടുന്ന, ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു ആസ്വാദകൻ, എഴുത്തുകാരനായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരാളായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. ഇവിടെ എനിക്ക് പരിചയമുണ്ടായിരുന്ന ആൾ ഗുപ്തൻ നായർ സാറിനെ ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, മഹാരാജാസ് കോളേജിൽ. ONV കുറുപ്പിനെ എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, മഹാരാജാസ് കോളേജിൽ. അങ്ങനെ വളരെ കുറച്ച്. പിന്നെ എൻ്റെ നാട്ടുകാരായ രണ്ട് മഹാത്മാക്കളുണ്ട്. ഒന്ന് മലയാറ്റൂർ രാമകൃഷ്ണനും, ഒന്ന് ശ്രീ PG എന്ന് ഞങ്ങൾ വിളിക്കുന്ന P ഗോവിന്ദപിള്ളയും. അവർ നാട്ടുകാരാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ബന്ധം അല്ലാതെ തിരുവനന്തപുരത്തോട് വലിയൊരു ഹൃദയപൂർവ്വം ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ ഏറെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ ഞാൻ പലരും പേരെനിക്ക് പറയാനുണ്ട് എങ്കിലും ഞാൻ സമയം ഒതുക്കി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പറയുകയാണ്. ഞാൻ ആദരപൂർവ്വം ചെന്ന് കണ്ട ഒരു മഹാത്മാവ് ശൂരനാട്ട് കുഞ്ഞൻപിള്ള സാറാണ്. നെടുങ്കാട്ടെ വീട്ടിൽ ചെന്ന് ഞാൻ സാറിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. സത്യത്തിൽ അനുഗ്രഹം വാങ്ങിക്കാൻ. പിന്നീട് പല പ്രാവശ്യം ഞാൻ അനുഗ്രഹം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം പിന്നീട് പറയാം. ഒരു വാക്കോടെ പറയാനുണ്ട്, ഒരു കാര്യം കൂടെ പറയാണ്ടിരിക്കും, അത് പറഞ്ഞിട്ട് ഞാൻ പറയാം. സാർ ആരെയും അനുഗ്രഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ ആദ്യം കാണുകയാണ്. എങ്കിലും വടക്കു നിന്ന് വന്നൊരു പയ്യനാണ്. എങ്കിലും ഞാൻ 20ാമത്തെ വയസ്സിൽ മാറിവാനിസ് കോളേജിൽ അധ്യാപകനായതാണ്. എൻ്റെ ശിഷ്യന്മാർ എന്നേക്കാൾ സമർത്ഥന്മാർ ഈ ഓഡിയൻസിൻ്റെ കൂടെ 4 പേരുണ്ട്. അപ്പോൾ ശശി പറഞ്ഞ ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന തമാശ ഞാൻ ആസ്വദിച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ 4 ചീഫ് സെക്രട്ടറിമാരെ ഞാൻ പഠിപ്പിച്ചതാണ്. ചീഫ് സെക്രട്ടറിമാരെ അല്ല പഠിപ്പിച്ചത്, ഞാൻ പഠിപ്പിച്ച 4 കുട്ടികൾ പിൽക്കാലത്ത് കേരള സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാരായിട്ട് വരാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളതൊരു അവരുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. അതുപോലെ ഈ കാണിച്ചു വെച്ചതിൻ്റെ മിടുക്കില്ലായ്മയും എൻ്റെ കുഴപ്പമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഇതാരാണ് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ആക്കുന്നത്?
ആരാണ്? ഇവിടെ ആളുകളില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഓരോ തലങ്ങളിലും ഉദ്യോഗ നിയമനങ്ങൾ നടത്തുന്നതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സത്യസന്ധത എന്താണ്? ഓരോ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടക്കുകയാണ് ഇവിടെ. ഞാൻ ആരെയും മാറ്റി നിർത്തുന്നില്ല. മാറി മാറി വരുന്ന രാഷ്ട്രീയ നേതൃത്വം ഓരോരുത്തർക്ക് വേണ്ടി അങ്ങനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആളില്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. കേരളത്തിൽ എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ പല രംഗങ്ങളിലുമുണ്ട്. അവരെയാണോ കൊണ്ടുവന്ന് അവരോധിക്കുന്നത് ഓരോ രംഗങ്ങളിൽ? എന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. 28ാമത്തെ വയസ്സിൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. 30 വയസ്സായപ്പോഴത്തേക്ക് കേരള സാഹിത്യ അക്കാദമിയിലെ അംഗവുമായി. വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും അവർ രണ്ട് വശത്തും ഇരിക്കുമ്പോൾ അക്കാദമിയിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ആളാണ് ഞാൻ. അതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഞാൻ അക്കാദമി മെമ്പർ ആകാൻ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? അതൊരു ആ കഥയും പറയുന്നില്ല. എനിക്കിവിടെ അത് എല്ലാം വിട്ടിട്ട് ഞാൻ പറയുകയാണ്. മിസ്റ്റർ പ്രകോപിതനാണ് ഞാൻ ആ പറഞ്ഞ ആ പരാമർശത്തിൽ എന്നുള്ളത് ശശി ഓർമ്മയിലിരിക്കട്ടെ. അതായത് പ്ലീസ് ഞാൻ സംസാരിച്ചോട്ടെ. തിരുവനന്തപുരത്ത് ഓട്ടോണമസ് കോളേജിനെ കുറിച്ച് ഞാൻ ക്ലാസ്സിൽ ഒരു സംസാരം. അപ്പോൾ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായിരുന്ന ഗ്രിഗോറിയോസ് സിനിമേനി വേദിയിൽ എൻ്റെ മാനേജരാണ്. അങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. കടലാസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് എന്ന് ആർച്ച് ബിഷപ്പിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ആളാണ് ഞാൻ. പക്ഷേ അതിനനുഭവിച്ചതെന്നു വെച്ചാൽ എന്നെ ഒരിക്കലും പ്രിൻസിപ്പലാക്കിയില്ല. ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടേണ്ടി വന്നു. മാർ ഇവാനിയസ് കോളേജിൽ 33 കൊല്ലം പഠിപ്പിക്കാനുള്ള അവകാശമുണ്ട്. 34 കൊല്ലം പഠിപ്പിക്കാനുള്ള അവകാശം നിലനിൽക്കെ അത് ഉപേക്ഷിച്ച് ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി. 5 കൊല്ലം. 3 കൊല്ലം സാക്ഷരതാ ഡയറക്ടറായി. ശശി ഇരിക്കുന്നതിന് മുമ്പേ സാക്ഷരതാ ഡയറക്ടറായിട്ടിരുന്നു. 3 വർഷം എൻസൈക്ലോപ്പീഡിയ ഡയറക്ടറായി. ഇതെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് 5 കൊല്ലം എന്നെ പിടിച്ച് സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്റർ ചെയർമാനായിട്ട് വെച്ചത് ഇ കെ നായനാരാണ്. എന്താണ് അങ്ങേരെക്കുറിച്ച് ഞാനൊരു തമാശ എഴുതി. ഇങ്ങനെ മാർപ്പാപ്പയെ കാണാൻ പോയപ്പോഴത്തേക്ക് നായനാർജി ഒരു ഗീതോപദേശം കൊണ്ടേ കൊടുത്തു മാർപ്പാപ്പയ്ക്ക്. മാർപ്പാപ്പ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കൊന്ത എടുത്ത് നായനാർക്ക് കൊടുത്തു. അപ്പം ഞാൻ എഴുതി, കലാകൗമുദിയിലുള്ള എൻ്റെ കോളത്തിൽ ഞാൻ എഴുതി, കൊന്ത കൊണ്ട് എന്ത് ചെയ്യും നായനാരെ എന്നെഴുതി. അപ്പോഴാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരനായ പി ജെ ജോസഫ് എന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നെ ഈ റിസോഴ്സ് സെൻ്ററിൻ്റെ ചെയർമാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നായനാരുടെ അടുക്കൽ ഈ കടലാസ് വന്നപ്പോൾ നായനാരുടെ സെക്രട്ടറി പറഞ്ഞു, അയാളെ വെക്കല്ലേ, അപകടകാരിയാണ്, സഖാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എന്താ എഴുതിയേക്കുന്നത്? നായനാർ ഇത് വായിച്ചു നോക്കി. അവിടെയാണ് നായനാരും പല മറ്റവരുമായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണുന്നത്. നായനാർ നോക്കിയിട്ട് പറഞ്ഞു, ഓനാൾ കൊള്ളാമല്ലോ, ഓൻ തന്നെ ഇരിക്കട്ടെ ഇവിടെ എന്ന് പറഞ്ഞു. അതാണ് ഇ കെ നായനാർ. എനിക്കവരെല്ലാവരും അറിയാം. ഇ എം എസിനെ അറിയാം. അച്യുതമേനോൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയുന്ന ആളുകളാണ്. ആ സ്നേഹം രാഷ്ട്രീയമല്ല അതിനകത്തുള്ളത് ഞാൻ പറയാം. അതിരിക്കട്ടെ. ഞാനിവിടെ വന്നിട്ട് കുഞ്ഞമ്പിള്ള സാറിനെ കാണാൻ പോവുകയാണ്. ഋഷ്യതുല്യനായ ഒരു മനുഷ്യൻ ആയിട്ടാണ് നെടുങ്കാട്ടെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവം. എന്നെ ചേർത്ത് പിടിച്ച് എത്ര വാത്സല്യത്തോടു കൂടി ഞാൻ എഴുതിയൊന്നും ഒരു എഴുത്തുകാരനൊന്നും സാറിന് അറിഞ്ഞുകൂടാ. ഒരു കോളേജിൽ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. വായനയിൽ താല്പര്യമുള്ള ആൾ, മലയാള ഭാഷയോടും സാഹിത്യത്തോടും താല്പര്യമുള്ളൊരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് എന്നെ ചേർത്ത് പിടിക്കുകയാണ്, വർത്തമാനങ്ങൾ പറയുകയാണ്. ഞാൻ സാറിനെ അന്ന് തൊട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ശരിക്കും പഠിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. അകവും പുറവും ഒരുപോലെ വെണ്മയുള്ള നന്മയുള്ള ഒരു മഹാമനുഷ്യൻ എന്നാണ് എനിക്ക് ശിവനാട്ട് കുഞ്ഞമ്പിള്ള സാറിനെ കുറിച്ച് മനസ്സിൽ തോന്നിയ അനുഭവം എന്ന് ഞാൻ പറയുക. അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ശിഷ്യനായ മറ്റൊരു ശിഷ്യൻ, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ടി എം ജയിക്കബ് ഒരു അബദ്ധം ചെയ്യുന്നത്. അന്ന് ജയിക്കബിനെ മുഖത്ത് നോക്കി പറഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ജയിക്കബ് ഒരു യേശുദാസിനെ പിടിച്ചിട്ട് ആസ്ഥാന ഗായക ബിരുദം കൊടുത്തു. 1993 ആണ് ആ സംഭവം. 92 അത് നടക്കുന്നത്. ആസ്ഥാന ഗായകൻ. കേരളം മുഴുവൻ ഇളകി മറിഞ്ഞു. കാരണം ജയിക്കബിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ എന്തും എടുത്തിയാടി ചെയ്യുന്ന ഒരു ചെറിയ സ്വഭാവ വിശേഷം ആ ശിഷ്യനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മിടുക്കനാ. ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന അച്യുതമേനോൻ പോലും നല്ല അംഗീകാരം കൊടുത്ത ഒരു പാർലമെൻറ്റേറിയനായിരുന്നു ജയിക്കബ്, ടി എൻ ജേക്കബ്. പക്ഷെ പെട്ടെന്ന് ധൃതി പിടിച്ച് എടുത്തിയാടി കാര്യങ്ങൾ ചെയ്യും. ബാലകൃഷ്ണൻ അറിയാം എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ യേശുദാസിനെ പിടിച്ച് ആസ്ഥാന ഗായക ബിരുദം കൊടുത്തു. പത്രക്കാരെല്ലാണ്ട് മനോരമ ഉൾപ്പെടെ എല്ലാവരും വലിച്ചു കീറി മന്ത്രിയായിട്ടിട്ട്. അപ്പോൾ എന്നെ വിളിച്ചു, സാർ ഒന്ന് വരണം. എന്താ അബദ്ധം എന്ന് ചോദിച്ചു. ഒരു കാര്യമുണ്ട്. കാർ അയച്ചു. ഞാൻ ചെന്നു.
ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, യേശുദാസന് ആസ്ഥാന ഗായകൻ എന്നുള്ള ബിരുദം കൊടുത്തതിന് എന്തിനാണ് ഇത്ര ബഹളം എന്ന് ചോദിച്ചു. ഞാൻ ജേക്കബിൻ്റെ മുഖത്ത് നോക്കി മനസ്സിൽ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, അത് മാത്രമായിട്ട് ഒതുക്കിയതിലാണ് പ്രശ്നം, കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് ജേക്കബിനോട് ഞാൻ ചോദിച്ചു. അപ്പം എന്നെ ഇഞ്ഞ പരിഹാരം എന്നാണ്? ഞാൻ പറഞ്ഞു, ഇഞ്ഞ ഈ കുരുക്കിൽ നിന്ന് ഊരാൻ കൊടുത്തു. ഈ കുരുക്കിൽ നിന്ന് ഊരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനാ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ റിപ്പോർട്ട് അന്വേഷിക്കാൻ ആളുകളെ ഏർപ്പാടാക്കി തരാം. എന്താ മാർഗം? നമുക്കൊരു ആസ്ഥാന പണ്ഡിതനെ കൂടി നിയമിക്കാം, കണ്ടെത്താം. ഒരു ആസ്ഥാന പണ്ഡിതനെ കൂടി കണ്ടെത്താം. അതെന്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ രാജാക്കന്മാരുടെ സദസ്സിൽ ആസ്ഥാന ഗായകരുണ്ടായിരുന്നു, ആസ്ഥാന പണ്ഡിതന്മാരുണ്ടായിരുന്നു. ശരി, ആരാ സാറിൻ്റെ മനസ്സിലുള്ളത്? ഒരു പേരേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, ഒറ്റ പേര്, ശ്രീ ശൂരനാട്ട് കുഞ്ഞമ്പിള്ള. ജേക്കബിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഒരാലോചനയും പ്രത്യേകിച്ച് വേണ്ടി വന്നില്ല, കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. ശരി, ഞാൻ നേരെ അതേ കാറിൽ നെടുങ്കാട്ട് പോയി സാറിനെ കണ്ടു പറഞ്ഞു, സാർ ഒരു ഗവൺമെൻറ് സാറിനൊരു ബഹുമതി തരാനായിട്ട് ആലോചിക്കുന്നു, അത് ആസ്ഥാന പണ്ഡിത ബിരുദം. സാറിൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ തിരിച്ച് ജേക്കബിൻ്റെ അടുക്ക ഒന്ന് പറഞ്ഞു, ജേക്കബേ കുഴപ്പമൊന്നുമില്ല, സമ്മതിക്കും. ഉടനെ എൻ്റെ മറ്റൊരു ശിഷ്യനായ കെ ജയകുമാർ, അന്ന് സാംസ്കാരിക വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ജയനെ വിളിച്ചിട്ട് ഞാനും കൂടി ഇരിക്കുമ്പോൾ ജയനോട് വേണ്ടി ചോദിക്കാം. ജേക്കബ് പറഞ്ഞു, ഒരു കമ്മിറ്റിയില്ല, കാര്യങ്ങളുമില്ല, ഒന്നുമില്ല, തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് ഇതിനാവശ്യമുള്ളൊരു രേഖ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ബാബു പോൾ ആണ്, ഡോക്ടർ ബാബു പോൾ ആണ്, ശീലത്തോട്ടത്തിലെ, അത് ഞങ്ങളുടെ നാട്ടുകാരനാണ് കേട്ടോ, ബാബു പോളാണ്. ബാബു പോളിനെ വിളിച്ചു. ബാബു പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ബാബു പോൾ നല്ല കാര്യം, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കാം, ഈ അവാർഡിന് ബാബു പോളാണ് ഈ പേരിട്ടത്, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പേര് കൊടുത്തത് ബാബു പോളാണ്, ഞങ്ങളാരുമല്ല. അതുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇത് കാലത്തിൻ്റെ ഏതെങ്കിലും രേഖകളിൽ ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ വെച്ചു. കുഞ്ഞമ്പിള്ള സാറിനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കാൻ തീരുമാനിച്ചിരുന്നു. എല്ലാവരും ഒരുപോലെ അത് അംഗീകരിച്ചു. ആ പ്രഭയിൽ പിന്നെ എല്ലാ മറ്റു വിമർശനങ്ങളൊക്കെ മാഞ്ഞു പോയി എന്ന് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതൊരവസ്ഥയാണ്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ പടക്കം കൊടുത്തു, പിന്നെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എവിടെ എത്തിയെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ വർഷവും കൊടുക്കാനുള്ളൊരു നാടുകാണി പരിപാടി അല്ല ഇത്, അതിൻ്റെ രേഖയിലുണ്ട്. എല്ലാ വർഷവും കൊടുക്കാനുള്ളതല്ല എഴുത്തച്ഛൻ പുരസ്കാരം. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു ബഹുമാന്യ വ്യക്തിത്വത്തിന് നൽകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണിത്. ഇതിപ്പോൾ ആണ്ടുതോറും ഇങ്ങനെ ഓരോരുത്തർക്ക് എന്ത് കിട്ടും. ഇപ്പോൾ അവാർഡ് കൊടുത്താൽ ഉടനെ ആലോചിക്കുന്നത് എത്ര ലക്ഷം രൂപ കിട്ടുമെന്നാണ്. അതനുസരിച്ചാണ് അവാർഡിൻ്റെ ഗ്രേഡ് നിൽക്കട്ടെ. പക്ഷേ കുഞ്ഞമ്പിള്ള സാറിന് അത് കൊടുത്തപ്പോൾ അതിന് മഹത്വം ഉണ്ടായി. ആ തുടക്കം ഐശ്വര്യകരമായി മുത്തുനാർ സാറിനും അതുപോലെ കൃഷ്ണപിള്ള സാറിനും ഒക്കെ നമ്മുടെ ഗുരുനാഥന്മാർക്കെല്ലാം അത് നൽകാൻ കഴിഞ്ഞു എന്ന് പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ അഭിമാനകരമായിട്ട് തീർന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതെന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പെട്ടെന്ന് കേരളത്തിൻ്റെ ഒരു മഹാപണ്ഡിതൻ അംഗീകരിക്കണം എന്ന് തോന്നിയാൽ ആ കാലത്ത് പിന്നീട് അനേക വർഷങ്ങളിലും നമുക്ക് മനസ്സിൽ വരുന്ന ആദരണീയമായ ഒരു നാമധേയം കുഞ്ഞമ്പിള്ള സാറിൻ്റെതാണ്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു നോട്ടവുമില്ല. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതി തരണം, നിങ്ങൾക്ക് മക്കളും കൊച്ചുമക്കളൊക്കെ സൂക്ഷിച്ചോളാം കേട്ടോ, എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. തരാം. സാർ 2 ലെറ്റർ ഹെഡ് എടുത്തു, 2ൻ്റെ അടിയിൽ ഒപ്പിട്ടു, എന്നിട്ട് എൻ്റെ തന്നു പറഞ്ഞു, ഓണക്കൂറിന് ഇഷ്ടമുള്ള എഴുതിക്കോളാം. 2ഉം സത്യം, ഈശ്വരൻ സാക്ഷിയായിട്ട് ഈ സന്ധ്യയ്ക്ക് ഞാൻ പറയുന്നു, 2ഉം ഞാൻ ഭദ്രമായിട്ട് ഇന്നോളം സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനത് കളയുകയും ചെയ്യും, കത്തിച്ചിട്ട് പോകത്തുള്ളൂ. എന്നെ കത്തിക്കുന്നതിന് മുമ്പ് അത് കത്തിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. കാരണം അതാരും ദുർവിനിയോഗം ചെയ്യാൻ ഇടവരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്ര വിശ്വാസം, അത്ര സ്നേഹം അല്ലേ, അത്ര കാരുണ്യം, ഇതിൽ കൂടുതൽ എന്താ ഒരു ഗുരുവിന് വേണ്ടത്? ഒരു വലിയ മനുഷ്യന് ഇതിനപ്പുറം എന്താണ് ആവശ്യമുള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. സാറിന് തേടിയെത്തിയ അംഗീകാരങ്ങളൊക്കെ എല്ലാം നമുക്കറിയാം. 2 ഡീലിറ്റ് അല്ലേ, ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ ഒന്ന്
മീററ്റ് യൂണിവേഴ്സിറ്റിയുടെയും 2 ഡിലിറ്റുകൾ സാറിന് തേടിയെത്തി. സാറിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തു പറ്റും. ഒത്തിരി അറിവിൻ്റെ ലോകങ്ങൾ തേടിപ്പോയി. അതൊന്നും കുഞ്ഞമ്പിള്ള സാറിനെ അടയാളപ്പെടുത്താൻ ഇതൊന്നും അല്ല എന്ന് ഞാൻ പറയുകയാണ്. ഇതുകൊണ്ടൊന്നും കുഞ്ഞമ്പിള്ള സാർ ശരിയായിട്ട് കേരള ചരിത്രത്തിൽ സാഹിത്യ മണ്ഡലത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യമായിട്ടുമില്ല. ലെക്സിക്കൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ലെക്സിക്കൻ അടിച്ച് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയല്ലേ. ഇത്രയും മലയാള മഹാനിഘണ്ടു എന്നത് ലോക പ്രശംസ നേടിയ ഈ മഹത്തായ കേരള സർവകലാശാലയുടെ ഏറ്റവും മഹത്തായ പ്രവർത്തനം ആണ്. ശരി, അവസാന സമയത്ത് എന്തുകൊണ്ടായിരുന്നു പരിഹരിക്കണം. ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? തെറ്റുകൾ വന്നാൽ അത് തിരുത്തണം, അല്ലെങ്കിൽ കത്തിച്ചു കളയണം. പക്ഷെ ആ പ്രസ്ഥാനം നശിപ്പിക്കാം. മഹാനിഘണ്ടു, മലയാള മഹാനിഘണ്ടു എന്ന് കുഞ്ഞമ്പിള്ള സാറ് ആരംഭിച്ച ആ മഹത്തായ പ്രസ്ഥാനത്തിന് എന്തും കുറിക്കാം. ഇപ്പം അതില്ല. ആ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഉണ്ടെന്ന് എനിക്ക് സംശയമാണ്. ആ രീതിയിലേക്ക് അത് എത്തിപ്പെടുന്നു എന്നുള്ള അവസ്ഥയിൽ സംഭവിക്കുന്നത് നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ് ഏറെക്കുറെ എന്നുള്ളത് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. വളരെ ലാഘവ ബുദ്ധിയോടുകൂടി നമ്മുടെ രാഷ്ട്രീയം രാജശേഖരനോട് രാഷ്ട്രീയക്കാരനൊക്കെ എനിക്ക് ബഹുമാനമെന്നറിയാലോ. പക്ഷേ ഇങ്ങനത്തെ കുറേ അല്പതരങ്ങൾ നമ്മുടെ പല വ്യക്തികളുടെയും ഇടയിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. മലയാളം ലെക്സിക്കൻ ഇവിടെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. എന്താണെന്നറിയാമോ? കുഞ്ഞമ്പിള്ള സാറിനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ജയശ്രീയും ഹസ്ബൻഡും അവരില്ലാണ്ട് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. എനിക്ക് വലിയ അഭിമാനം തോന്നിയൊരു നിമിഷമാണത്. ആ കുടുംബത്തിലൊരു കൊച്ചുമകളും ഭർത്താവും വന്നിട്ട് എന്നെ കാറിൽ ഇവിടെ ഒരു ടാക്സി വിളിച്ചു വന്നാൽ ഞങ്ങൾ കാശ് തരാമെന്നാണ് പലരും പറയുക. സാർ ഒരു ടാക്സി എടുത്തെങ്കിൽ പോരെ, പൈസ തന്നേക്കാം എന്നുവെച്ചാൽ അത്ര ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന മഹാമനീഷികളുടെ കാലത്താണ് തിരുവനന്തപുരത്ത് ജീവിക്കേണ്ടി വരുന്നത്. പക്ഷെ അതാണ് മഹത്വത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഈ മക്കളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു കാര്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്കൊരു കാര്യം ഈ മക്കളോടും കൊച്ചുമക്കളോടും എല്ലാവരും അടങ്ങുന്ന ഈ സാംസ്കാരിക സദസ്സിനോട് പറയാനുള്ള ഒരു കാര്യം, ഒരു എഴുത്തുകാരനെ കുഞ്ഞമ്പിള്ള സാറിനെ നമ്മൾ ഓർമ്മിക്കണം, ഇല്ലേ? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് സ്മാരകം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ വീട് നെടുങ്കാട്ട വീടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. പിന്നെ ഒരു പ്രതിമ വെക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു കഷ്ടപ്പാട് അനുഭവിച്ച ആളാണ്. ഞാൻ കൂടുതൽ പ്രതിമ വെക്കാൻ പറയാൻ ധൈര്യമില്ല. CV രാമൻപിള്ള നാഷണൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ് 16 കൊല്ലമായിട്ട് ഞാൻ. അപ്പോൾ CV-യുടെ ഒരു പ്രതിമ വെക്കാൻ വേണ്ടി തീരുമാനിച്ച് സർക്കാർ 10 ലക്ഷം രൂപയും തന്നു. എപ്പോഴെങ്കിലും കൊണ്ട് വെച്ചോളാനാണ് പറഞ്ഞത്. സ്ഥലമൊന്നുമില്ല. അവസാനം സ്ഥലം കണ്ടുപിടിക്കേണ്ട ജോലി എൻ്റേത്, അല്ല ഞങ്ങളുടെ സമിതിയുടേത്. കണ്ടുപിടിച്ചു. എവിടെ? ഉള്ളൂർ മഹാകവി പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിൽ നിൽക്കുന്നു. സമാനാന്തരമായിട്ട് നമ്മുടെ CV രാമൻപിള്ളയുടെ പ്രതിമയെ സ്ഥാപിക്കാൻ കമ്മിറ്റി ഏകാണ്ടമായിട്ട് തീരുമാനിച്ചു. എൻ്റെ ഒരു നല്ല മിടുക്കനായ ഒരു ശിഷ്യൻ അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ KM എബ്രഹാമിനെ വിളിച്ച് പറഞ്ഞു, ലൈബ്രറി കമ്മിറ്റി കൂടി സാങ്ഷൻ തന്നു, ലൈബ്രറി വെച്ചോളാൻ പറഞ്ഞു. ആ തീരുമാനമെടുത്ത ഒരു രാത്രി വൈകുന്നേരം എടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഹൈക്കോടതിയിൽ അപ്പീൽ സ്റ്റേ. ആ പൈതൃക നഗരം അവിടെ പ്രതിമകൾ വെച്ച് അവിടെ ഉണ്ടാക്കുന്നു. 10 കൊല്ലം ഫൈറ്റ് ചെയ്തു. അതിനിടയിൽ പ്രതിമ ഉണ്ടാക്കാൻ ഏർപ്പാടാക്കി. കാനായിലെ ഒരു പയ്യനെ, കുഞ്ഞിരാമനല്ല വേറൊരു, അവിടെ പ്രതിമ ഉണ്ടാക്കി അവിടെ വെച്ച് പൂട്ടി വെച്ചു. 11 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്റ്റേ ഒരു വെള്ളിയാഴ്ച വെക്കേറ്റ് ചെയ്തു. അന്ന് രാത്രി അവിടെ നിന്ന് പ്രതിമ കൊണ്ടുവന്ന് ഇവിടെ പബ്ലിക് ലൈബ്രറിയുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചു. CV രാമൻപിള്ള മീശം പിരിച്ചപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറയുന്നത് CV രാമൻപിള്ളയുടെ പ്രതിമ വെക്കുന്നതിന്, പബ്ലിക് ലൈബ്രറി വെക്കുന്നതിന് സ്റ്റേ വാങ്ങിച്ച മഹാത്മാക്കളുടെ നഗരമാണ് ഇത്. കോഴിക്കോട് നില സാഹിത്യ നഗരം എന്ന് പ്രഖ്യാതമായി തീർന്നപ്പോൾ തിരുവനന്തപുരത്തിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്കിനി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പം പ്രതിമയൊന്നും വെക്കണ്ട, പക്ഷെ സാറിൻ്റെ കൃതികൾ ഈ സമിതി മുൻകൈ എടുത്തിട്ട് ഒരു സമാഹൃത ഗ്രന്ഥങ്ങളായിട്ട് 2 or 3 വോളിയമായിട്ട് തിരിച്ച് പ്രസിദ്ധപ്പെടുത്തണം എന്നെനിക്ക് ഒരു അപേക്ഷയുണ്ട്. അതുപോലെ ഓർമ്മിക്കാൻ ഉള്ള, ഇപ്പോൾ ഡോക്ടർ ശശിഭൂഷൺ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര
അവിരാമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. 2-3 വർഷം നടത്തി നിർത്താനല്ല, നിങ്ങൾ അങ്ങനെ ഒരു നിർത്തിയിട്ടുള്ളൊരു സാധനം, അത് അവാർഡാണ്. അവാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ പല അവാർഡുകൾ നോക്കിയാൽ കൊടുക്കാതിരിക്കുന്നതാണ് ചിലതെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് അതിൻ്റെയൊക്കെ പലതിൻ്റെ നില. പോട്ടെ, ഒത്തിരി അവാർഡ് കിട്ടിയ ഒരാൾ ഞാനിങ്ങനെ പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് പറയുകയാണ്. അപേക്ഷിക്കാതെയും ചുറ്റി കിടന്ന് വട്ടം കറങ്ങാതെയും കിട്ടുന്ന അവാർഡുകളുടെ എണ്ണം വളരെ കുറവല്ലേ കേരളത്തിൽ. ദേശീയ അവാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല, നമ്മളറിയില്ല. നാഷണൽ അവാർഡ് കിട്ടാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല. വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം നമ്മൾ അപേക്ഷിക്കേണ്ട, നമ്മൾ പുസ്തകം സമർപ്പിക്കേണ്ട, അവർക്കൊരു റിസോഴ്സ് കമ്മിറ്റി ഉണ്ട്, അവർ അന്വേഷിച്ച് കൊള്ളാവുന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നൊരാളെ കണ്ടെത്തി തരികയാണ് ചെയ്യുന്നത്. അല്ലാതെ അപേക്ഷ വേണ്ട. ഇവിടെ വൈസ് ചാൻസലറാകാൻ അപേക്ഷയും കൊടുത്തു നടക്കുന്ന സ്ഥലത്ത് അവിടെ നടക്കുന്നത്. വെളിയം ഭാർഗവൻ ഇവിടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരാൾ എന്നിട്ട് അപേക്ഷയും കൊണ്ടിരുന്നു. എന്താണെന്നറിയാമോ, വലിയ മഹാതമാശക്കാരനായിരുന്നു. അപ്പം ഒരു ഇതൊരു ബയോഡേറ്റ. എന്താ ബയോഡേറ്റ? അത് എൻ്റെ ബയോഡേറ്റ. എന്താ കാര്യം? ഒരു കാര്യം പറയാനാണ്. എന്താണ്? കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലറുടെ പോസ്റ്റ് ഉണ്ട്, അതിനുവേണ്ടി പരിഗണിക്കാനാണ്. അയ്യോ, എനിക്കിതൊന്നും അറിയാൻ വയ്യ, എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ നിശ്ചയമില്ല. അപ്പോൾ അടുത്ത പരിപാടി അത് നമ്മുടെ ജാതിക്കാർക്കാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല അടുത്ത കാലത്തെങ്ങും എന്ന് പറഞ്ഞ് ജാതി പറഞ്ഞു വൈസ് ചാൻസലർഷിപ്പ് വാങ്ങിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പതിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതിരിക്കട്ടെ, പക്ഷേ അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന സംശുദ്ധമായി ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തോളൂ. ഇല്ലെങ്കിൽ സാറിൻ്റെ കൃതികളെങ്കിലും കാലത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ പ്രഭാഷണ പരമ്പര മുടക്കം കൂടാതെ നടത്തി വരുന്ന തലമുറയെ ശൂർനാട്ട് കുഞ്ഞമ്പിള്ള സാർ ആരാണ് നമുക്കറിയാം, പക്ഷെ വരുന്ന തലമുറകളെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നൊരു വിനീതനായ ആരാധകൻ എന്നുള്ള നിലക്ക് സാറിനെ ആദരിക്കുന്ന, ആരാധിക്കുന്ന, സാഹിത്യത്തെ സ്നേഹിക്കുന്ന, ഒരു സംസ്കാരത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് വളരെ വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയുണ്ട് എന്ന് പറയുകയാണ്. ആ അപേക്ഷ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുള്ളൂ. എന്നെ വിളിച്ചതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് സത്യത്തിൽ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മഹാനായ ഋഷി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഋഷിതുല്യനായ ഒരു വലിയ ഹൃദയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മഹത്വത്തിൻ്റെ ഉടമയായ കുഞ്ഞമ്പിള്ള സാറിൻ്റെ കുറിച്ച് ഞങ്ങൾ ഒത്തിരി മീറ്റിങ്ങുകൾ ഒന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യമാണ്. അതൊക്കെ ഓർത്ത് ഒന്നും പറയാതെ എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സാറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമസ്കരിച്ച് ഈ കുടുംബം, സാറിൻ്റെ അടുത്ത തലമുറകൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കേരളത്തിന് മുഴുവൻ അഭിമാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സംഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.